നമസ്കാരം. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്ലാസ്. കുറേ ദിവസമായി തുടങ്ങിയിട്ടല്ലേ, കുറേ പാർട്ടുകളായിരുന്നു. അങ്ങനെ 9 പാർട്ട് വരെ എത്തുകയാണ്. ഇവിടെ വെച്ചും തീരുന്നില്ല. ചാപ്റ്റർ തീരുന്നു, പക്ഷെ ഞാൻ ഇവിടെ വെച്ചും നിർത്തുന്നില്ല. ഞാൻ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ അടുത്ത ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മുൻ വർഷങ്ങളിൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. അതോടൊപ്പം തന്നെ കുറച്ച് പേര് ചോദിച്ച സംശയങ്ങളും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അതായത് ഈ ക്ലാസ്സോടെ കഴിയുമ്പോൾ ചാപ്റ്റർ തീരും. ഞാൻ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ കൃത്യമായിട്ട് അതിന്റെ ബിഗിനിങ് ടു എൻഡ് വരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നും തന്നെ ഞാൻ അതിനകത്ത് സ്കിപ്പ് ചെയ്തിട്ടില്ല. അപ്പം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ സീരീസ് പൂർണ്ണമായിട്ട് കാണാം. 1 തൊട്ട് ഇപ്പോൾ 9ാമത്തെ ക്ലാസ് ആണെന്നല്ലേ, 9ാമത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ ഈ ക്ലാസ്സുകൾ പോകുന്നു. അപ്പൊ അടുത്ത ഒരു ക്ലാസ്സിൽ ഇത് തന്നെ ആയിരിക്കും, നമ്മൾ ചോദ്യപേപ്പർ ഡിസ്കഷൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം എല്ലാവരും പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലിരിക്കാൻ. അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ് എവിടം വരെ പഠിച്ചു നിർത്തി? ഓക്കെ, കഴിഞ്ഞ ക്ലാസ് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തായിരുന്നു നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കഴിഞ്ഞ ഹോംവർക്ക്, അതിന്റെ ആൻസർ. അപ്പൊ കഴിഞ്ഞ ഹോംവർക്കിന്റെ അല്ല, അതിന് മുമ്പത്തെ ഹോംവർക്ക്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്ന ഹോംവർക്ക് അല്ല, അതിന് മുമ്പത്തെ ക്ലാസ്സിലെ ഹോംവർക്കിന്റെ ഉത്തരം ഞാൻ എഴുതി കാണിച്ചതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 1-2 പേര് ചൂണ്ടിക്കാണിച്ചു. ഇതായിരുന്നു അല്ലെ. അപ്പൊ ഇതിനകത്ത് ഞാൻ ഈ 9F8 എന്ന് പറഞ്ഞ് ഈ കാണിച്ചിരിക്കുന്ന ഉത്തരം യഥാർത്ഥത്തിൽ തെറ്റാണ്. ഇതാണ് ശരി. ഇത് തെറ്റെന്ന് പറയുന്നത് ഈ F8 അല്ല ഞാൻ ഈ ചെയ്ത്, FDയുടെ ഉത്തരമാണ് ഇത് കേട്ടോ. FD ആണെങ്കിൽ ഇത് കറക്റ്റ് ആണ്. 9FD ആണെങ്കിൽ ഇത് കറക്റ്റ് ആണ് കേട്ടോ. 9FD ആണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പം ഈ F8ന്റെ ഉത്തരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടാമത് എഴുതിയിരിക്കുന്നതാണ്. 9F8 ബേസ് 16ന്റെ ഉത്തരം രണ്ടാമത് എഴുതിയാണ്. ഞാൻ അവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. അതിൽ ഞാൻ ചെയ്തപ്പം D വെച്ചാണ് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പൊ അങ്ങനെ പറ്റിയ ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പം അത് 1-2 കുട്ടികൾ ചൂണ്ടിക്കാണിച്ചു. അവർക്കെല്ലാം ഞാൻ ആദ്യം തന്നെ താങ്ക്സ് പറയുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കൃത്യമായിട്ട് വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് എനിക്ക്. അപ്പം അത് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനത്തെ ഇത് എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന ഈ വർക്ക് നിങ്ങൾ അത് കൃത്യമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുന്നു, കുറച്ചുപേരെങ്കിലും അങ്ങനെ ചെയ്യുന്നുള്ളത് ഉണ്ടെന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷം. അപ്പൊ ഇതായിരുന്നു ആ തിരുത്ത്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്കിന്റെ ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്കിന്റെ ഉത്തരങ്ങൾ ഇതൊക്കെയായിരുന്നു. ഉത്തരങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതും ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. എനിക്കാണോ തെറ്റിയത്, നിങ്ങൾക്കാണോ തെറ്റിയത് നമുക്ക് നോക്കാമല്ലോ. അപ്പൊ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ പോസ് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, എഴുതി വെച്ചുക, അല്ലെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നോക്കുകയോ ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതൊക്കെയാണ്. വീഡിയോ പോസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതായിരുന്നു. വീഡിയോ പോസ് ചെയ്യുക, എന്താണ് ചെക്ക് ചെയ്യുക. ഓക്കെ, നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതായിരുന്നു അല്ലെ. N-83 എന്താ വ്യത്യസ്ത സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിലും വൺസിലും ടൂസിലും ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് ഇപ്പൊ ആദ്യമായിട്ട് എന്റെ ക്ലാസ്സിലേക്ക് ഇപ്പോൾ വന്നിരുന്നിട്ട് ഇതൊക്കെ എന്താണെന്ന് നോക്കി ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നവർ പേടിക്കേണ്ട, വളരെ സിമ്പിൾ സാധനമാണ്. കഴിഞ്ഞ ക്ലാസ് ഒന്ന് കണ്ടാൽ മതി. കഴിഞ്ഞ ക്ലാസ് കാണണമെങ്കിലോ അതിന് മുമ്പത്തെ ക്ലാസ് കാണേണ്ടി വരും. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് പലപ്പോഴും എല്ലാ ക്ലാസ്സുകളും. അപ്പൊ തീർച്ചയായിട്ടും ആദ്യം തൊട്ട് കാണേണ്ടതായിട്ട് വരും, എങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പം പുതിയ കുട്ടികൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ മുന്നിലത്തെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് വരിക. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് റെപ്രസെന്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. റെപ്രസെന്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ കഴിഞ്ഞ ദിവസം നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ് പഠിച്ചത്. നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്പർ പ്രധാനമായിട്ട് 2 ടൈപ്പ് നമ്പർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഇൻഡിജർ നമ്പരും, നെഗറ്റീവും പോസിറ്റീവും അല്ല, ഇൻഡിജർ നമ്പരും, അതേപോലെ തന്നെ എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. ഇൻഡിജർ നമ്പർ എന്ന് വെച്ചാൽ പൂർണ്ണസംഖ്യകളാണ്, പോയിന്റ് ഇല്ലാത്ത സംഖ്യകളാണ് ഇൻഡിജർ നമ്പർ. അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഏതായിരുന്നു? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ, വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ, ദെൻ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. ഇവിടെ നമ്മൾ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ എങ്ങനെയാണ്? ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ പോയിന്റ് ഉള്ള സംഖ്യകൾ അല്ലെ. ഇപ്പൊ 2.4 ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ്, അല്ലെ 6.8 ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ്. അപ്പൊ ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്ന് നോക്കിയാൽ ഈ 2 സെന്റൻസ് ഒന്ന് എഴുതിയെടുത്തു. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇനി വേറൊരു കാര്യം, നമുക്ക് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ കഴിക്കും കേട്ടോ. ഈ ക്ലാസ്സിൽ പൂർണ്ണമായിട്ട് തിയറിയാണ് പറയുന്നത്. അതുകൊണ്ട് പോസ് ചെയ്യാൻ നോട്ട് എഴുതിയെടുക്കുക.
ഇത്രയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ഒരു ചോദ്യമാണ് ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു നമ്പർ തന്നിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടാവാറില്ല. ഉണ്ടാകുന്ന ചോദ്യം ഇതാണ്, എങ്ങനെ അല്ലെ. അപ്പൊ ഏത് മെത്തേഡാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇതിനെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നൊട്ടേഷൻ. നമ്മൾ ഓക്കെ, ആദ്യത്തെ സെന്റൻസ്, എ റിയൽ നമ്പർ ക്യാൻ ബി റിട്ടൺ ഇൻ എ സ്പെഷ്യൽ. നമുക്കൊരു റിയൽ നമ്പറിന്, റിയൽ നമ്പർ എന്ന് പറയുന്ന ഒരു ഫ്ലോട്ട്, ഇപ്പം റിയൽ നമ്പറിന് ഉദാഹരണം പറയുകയാണെങ്കിൽ 22.14 ഇതൊരു റിയൽ നമ്പറിന് ഉദാഹരണമാണ്. 22.14 എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ എന്താണ് 3.14 ഇതെന്താണ് ഒരു റിയൽ നമ്പർ. അപ്പോൾ ഒരു പോയിന്റ് ഉള്ള സംഖ്യകൾ ഇതിനെയൊക്കെയാണ് റിയൽ നമ്പറിന് ഉദാഹരണമായിട്ട് പറയുന്നത്. എ റിയൽ നമ്പർ ക്യാൻ ബി റിട്ടൺ ഇൻ എ സ്പെഷ്യൽ നോട്ട്. നമുക്ക് ഈ റിയൽ നമ്പറിനെ വേറൊരു രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ഈ എഴുതിയിരിക്കുന്ന റിയൽ നമ്പറിനെ ആ രൂപം ഞാൻ കാണിച്ചു തരാം. ഈ 3.14നെ നമുക്ക് വേറൊരു രീതിയിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അങ്ങനെ മാറ്റി എഴുതുമ്പോൾ ആ ഒരു നൊട്ടേഷൻ എന്ന് വെച്ചാൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് മാൻറ്റിസ് എന്നും മറ്റൊന്ന് എക്സ്പോണന്റ് എന്ന്. കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കി കാണത്തില്ലെന്ന് എനിക്കറിയാം. ജസ്റ്റ് ഈ രണ്ട് സെന്റൻസ് മനസ്സിലാക്കുക. അടുത്ത കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം ഓക്കെ ആവും. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഒരു റിയൽ നമ്പർ എന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറയും. പോയിന്റ് ഉള്ള സംഖ്യകളെയാണ് നമ്മൾ പറയുന്നത്. ഫ്രാക്ഷൻ പാർട്ട് ഉള്ള ഒരു നമ്പർ ആയിരിക്കും. അപ്പൊ ഈ ഫ്രാക്ഷൻ പാർട്ട് ഉള്ള ഒരു നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു ഫോമിലേക്ക് മാറ്റാം. ഫ്ലോട്ടിംഗ് പോയിന്റ് നൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലോട്ടിംഗ് പോയിന്റ് നൊട്ടേഷൻ എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റാം. അങ്ങനെ ഫോമിലേക്ക് മാറ്റുമ്പോൾ അതിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും. എന്താണ്, ഒന്ന് മാൻറ്റിസയും എക്സ്പോണന്റും. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുക ഇങ്ങനെയാണ്, ഒരു റിയൽ നമ്പറിനെ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചാൽ മാൻറ്റിസയും എക്സ്പോണന്റും ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കണ്ടോ, ഇതൊരു റിയൽ നമ്പറിന്റെ ഉദാഹരണമാണല്ലോ. 25.45. ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ഈ 25.45നെ നമ്മൾ മാൻറ്റിസ എക്സ്പോണന്റ് എന്ന് പറയുന്ന ഫോമിലേക്ക് അല്ലെങ്കിൽ എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഫോമിലേക്ക് നമ്മൾ എങ്ങനെ മാറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതാണ്ട് ഇങ്ങനെ എഴുതുന്നതിനെയാണ്, അതാണ്ട് ആദ്യത്തെ ലൈൻ നോക്കിയാൽ കേട്ടോ, ഇങ്ങനെ എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്, നോക്കിയേ ഈ 25.45 വിലയ്ക്ക് വ്യത്യാസമില്ലാതെ നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കിയേ 10⁻² എന്ന് വെച്ചാൽ എത്രയാണ്, 10⁻² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു 10 × 10 ഈസ് ഈക്വൽ ടു 100. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 0.2545 × 100 ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, 25.45 തന്നെയാണ്. കണ്ടോ, ഈ 25.45നെ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതി. ഇങ്ങനെ എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്, എന്താണ് മാൻറ്റിസ എക്സ്പോണന്റ് ആയിട്ട് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ ഇങ്ങനെ ആക്കിയതിനു ശേഷം ഈ നമ്പറിനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയ ഈ ഒരു ഫോമിനെയാണ് കമ്പ്യൂട്ടർ മെമ്മറിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു റിയൽ നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, മാൻറ്റിസ എക്സ്പോണന്റിനാക്കി മാറ്റിയിട്ടാണ്. ആ മാൻറ്റിസയും എക്സ്പോണന്റുമാണ് ഇനി റെപ്രസെന്റ് എന്തൊക്കെ സ്റ്റോർ ചെയ്യുന്നതെന്ന് അറിയോ. അതാണ്ട് ഈ 0.2545 അതേപോലെ തന്നെ ഈ മുകളിൽ എഴുതിയിരിക്കുന്നുണ്ടോ, ഇതിനാണ് എക്സ്പോണന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഈ ആദ്യം ഈ ഇൻറ്റു മാർക്കിന് ഇപ്പുറത്ത് കിടക്കുന്ന ഇതിനെ നമ്മൾ മാൻറ്റിസ് ചെയ്യുന്നു. ഈ പവർ കണ്ട് 2 അതിനെ നമ്മൾ എന്ത് പറയും, എക്സ്പോണന്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ്ട് പോയിന്റ് രണ്ടാമത്തെ സെന്റൻസ് ഉണ്ടോ, 0.2545 ഈസ് ദ മാൻറ്റിസ, അതേപോലെ എന്താണ് പവർ 2 ഈസ് ദ എക്സ്പോണന്റ്. നിങ്ങൾ കൂടുതൽ ഡെപ്തിലേക്ക് ചിന്തിക്കേണ്ട. കൂടുതൽ ഡെപ്തിലേക്ക് ചിന്തിച്ചോ ഇത് എങ്ങനെയാണ്, അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു പ്രോബ്ലം ഇവിടെ പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഹയർ ക്ലാസ്സിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഒരു കമ്പ്യൂട്ടർ മെയിൻ എടുത്ത് പഠിക്കുമ്പോഴൊക്കെ കുറച്ച് ഡീപ്പായിട്ട് ഇതിന്റെ റെപ്രസെന്റേഷൻ ഒക്കെ പഠിക്കേണ്ടതായിട്ട് വരും. ജസ്റ്റ് ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പാരഗ്രാഫിന് അത് പറഞ്ഞ് തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഒരു റിയൽ നമ്പറിനെ നമുക്ക് വേറൊരു ഫോമിലേക്ക് മാറ്റാം, അല്ലെ ഫ്ലോട്ടിംഗ് പോയിന്റ് നൊട്ടേഷൻ എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റി കഴിയുമ്പോൾ അതിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും. ഒന്ന് മാൻറ്റിസ, മറ്റൊന്ന് എന്താണ്, എക്സ്പോണന്റ്. ഇത്രയും ഞാൻ പറഞ്ഞോളൂ. ഇതൊക്കെയാണല്ലോ. ഓക്കെ, അടുത്തതാണ് ഒരു മൈനസ് സംഖ്യ ആണെങ്കിൽ മൈനസ് എന്താണ് 0.0035 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് ഇങ്ങനെ മാറ്റാം. വിലയ്ക്ക് വ്യത്യാസമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 0.035 എന്ന് തന്നെ കിട്ടും. സോൾവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടും. അപ്പൊ ഇങ്ങനെ മാറ്റിക്കുമ്പോൾ ഈ 0.35 ആണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ മാൻറ്റിസയും, അതേപോലെ എന്താണ് ഏതാണ്ട് -2 എന്ന് പറയുന്നതാണ് ഇതിന്റെ എക്സ്പോണന്റും. 0.25 എന്ന് പറയുന്നതാണ് ഇതിന്റെ 0.35 എന്ന് പറയുന്നതാണ് ഇതിന്റെ മാൻറ്റിസയും, 0.2 എന്ന് പറയുന്നത് എന്റെ എക്സ്പോണന്റ്. ഇത് രണ്ടുമായിരിക്കും മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഒരു 32 ബിറ്റ് വേർഡ് ലെങ്ത് ഉള്ള കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ഒരു നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു റിയൽ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ? എന്താണ് വേർഡ് ലെങ്ത് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് അല്ലെ. വേർഡ് ലെങ്ത് എന്തായിരുന്നു അല്ലെ, അറ്റ് എ ടൈം ഒരു പ്രൊസസ്സറിന് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റയാണ് വേർഡ് എന്ന് പറയുന്നത്. അതിന്റെ സൈസിനെയാണ് വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 32 ബിറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ 8 ബിറ്റ് വേർഡ് ലെങ്ത് ഉള്ള ഒരു കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെയാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, എങ്ങനെയാണ് വൺസ് കോംപ്ലിമെന്റ്, എങ്ങനെയാണ് ടൂസ് കോംപ്ലിമെന്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് പഠിച്ചത്. ഇവിടെ 32 ബിറ്റ് വേർഡ് ലെങ്ത് ഉള്ള കമ്പ്യൂട്ടർ, അത് 32 ബിറ്റ് എന്ന് വെച്ചാൽ ഒരു വേർഡ് അറ്റ് എ ടൈം ഒരു പ്രൊസസ്സറിന് പ്രവർത്തിക്കാൻ പറ്റുന്ന സൈസ് എന്ന് വെച്ചാൽ എത്രയാണ്,
32 ബിറ്റ് ഉള്ള ഒരു ഡേറ്റ ആയിരിക്കും. അപ്പോൾ 32 ബിറ്റ് സൈസ് ഉള്ള ഒരു ഡേറ്റയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വേർഡ് ലെങ്ത് ഉള്ള ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒരു റിയൽ നമ്പറിനെ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഒരു 32 ബിറ്റ് വേർഡിനെ അല്ലെങ്കിൽ ആ ലെങ്തിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും? ആദ്യത്തെ 24 ബിറ്റ് എന്താണ്? മാൻഡിസയ്ക്ക് വേണ്ടി. ആദ്യത്തെ 24 ബിറ്റ് എന്തിനു വേണ്ടിയാണ്? മാൻഡിസ അല്ലെ, ആ ഇൻറ്റു മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരുന്നു. അപ്പൊ നോക്കാം, ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം. അതേപോലെ തന്നെ എന്താണ് അവസാനത്തെ 8 ബിറ്റ്, അതിനകത്ത് സൈൻ ബിറ്റ് കണ്ടോ? സൈൻ എന്തിനു വേണ്ടിയാണ്? ആ സൈൻ ബിറ്റ് എന്തിനു വേണ്ടിയാ? ചിത്രം നോക്കിയേ, സൈൻ എന്താണ്? പോസിറ്റീവ് സംഖ്യയാണോ നെഗറ്റീവ് സംഖ്യയാണോ എന്ന് കാണിക്കാൻ വേണ്ടി അല്ലെ. സൈൻ 1 ആണെങ്കിൽ അത് നെഗറ്റീവും, സൈൻ 0 ആണെങ്കിൽ അത് പോസിറ്റീവും അല്ലെ. എക്സ്പോണന്റിനും സൈൻ ഉണ്ട്, അതേപോലെ എന്താണ് മാൻഡിസയ്ക്കും സൈൻ വരും അല്ലെ. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് സൈനും വരും. അപ്പൊ അതിനുവേണ്ടിയാണ് ആ സൈൻ ബിറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 24 ബിറ്റ് എന്തിനു വേണ്ടിയാണ്? മാൻഡിസ് സ്റ്റോർ ചെയ്യാനും അത് കഴിഞ്ഞുള്ള ബിറ്റ് എന്തിനു വേണ്ടിയാണ്? എക്സ്പോണന്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുമാണ്. നമുക്ക് നോക്കാം. എന്താ പറഞ്ഞ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത എന്താണ്? 25.45 നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ നമ്മൾ എഴുതിയാണ് അല്ലെ, 0.2545 എന്ന് പറഞ്ഞാൽ ഈ 0.2545 എവിടെ സ്റ്റോർ ചെയ്യുന്നതാണ്? ഈ ആദ്യത്തെ ഭാഗത്ത്, ഇത്രയും ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നത് 0.2545 ആയിരിക്കും. 0.2545 ബൈനറി കണ്ടുപിടിച്ചിട്ട് ആ ബൈനറി ആയിരിക്കും അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അടുത്ത ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്ന അവിടെ എന്തായിരിക്കും സ്റ്റോർ ചെയ്യാൻ പോകുന്നത്? അവിടെ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് 2 ആയിരിക്കും. 2ന്റെ ബൈനറി ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, ഇവിടെ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഇത് പോസിറ്റീവ് സംഖ്യ ആയതുകൊണ്ട് തന്നെ ഈ സൈൻ ബിറ്റിന്റെ അവിടെ എന്തായിരിക്കും വരുന്നത്? ഇവിടെ 0 ആയിരിക്കും വരുന്നത്. സൈൻ ബിറ്റിന്റെ അവിടെ 2 സൈൻ്റെ അവിടെ എന്തായിരിക്കും വരുന്നത്? 0 ആയിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഒരു റിയൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചുരുക്കി പറയാം, ഒരു റിയൽ നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിനെ എന്തായിരിക്കും? എക്സ്പോണന്റും മാൻഡിസയും ആക്കി മാറ്റും, അല്ലെങ്കിൽ മാൻഡിസ എക്സ്പോണന്റ് ഫോമിലേക്ക് മാറ്റിയിട്ട് എന്താണ്? മാൻഡിസയും എക്സ്പോണന്റും രണ്ടും രണ്ടായിട്ടാണ് കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇതിന്റെ കൂടുതൽ ക്രിയകളൊന്നും പഠിക്കാനില്ല. ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതെന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഒരു തിയറിക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ പോയിന്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ. അടുത്ത റെപ്രസെന്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. നമ്മൾ ഇത്രയും നേരം നമ്പേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ, നമ്പേഴ്സിന്റെ കാര്യം. ഇനി ക്യാരക്ടേഴ്സ് ഇല്ലേ, ABCD അങ്ങനെയൊക്കെയുള്ള ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ചിഹ്നങ്ങൾ, അതിനൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ലെറ്റേഴ്സിനെയും ചിഹ്നങ്ങൾ, നമ്മളൊരു കീബോർഡ് എടുത്ത് നോക്കിയേ, ഒരു കീബോർഡിനകത്ത് നമ്പേഴ്സ് ആണോ? നമ്പേഴ്സ് മാത്രമാണോ ഉള്ളത്? അല്ല, അതിനകത്ത് ഒരുപാട് ലെറ്റേഴ്സ് ചിഹ്നങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ ആ ചിഹ്നങ്ങൾ, ആ അക്ഷരങ്ങൾ, ആ ലെറ്റേഴ്സ്, അതിനെയൊക്കെയാണ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പൊ ഈ ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എന്താണ്? കോഡുകളാക്കി മാറ്റുക. അല്ലാതെ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇപ്പൊ എ കൊണ്ടുവന്ന്, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു ലെറ്റർ, അതിനെ ആ രൂപത്തിൽ കൊണ്ടുപോയി കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ കൊണ്ടുപോയി ഇങ്ങനെ പതിപ്പിച്ചു വെക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്, അതിനാണ് കോഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് ഡിഫറന്റ് മെത്തേഡ്സ് ടു റെപ്രസെന്റ് ക്യാരക്ടേഴ്സ്? ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഡിഫറന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കിയേ. ഒന്ന് ASCII എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് EBCDIC എന്ന് പറയുന്നത്, അതേപോലെ ISCII, യൂണിക്കോഡ്. നമുക്ക് ഇതൊന്ന് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ASCII എന്താണെന്ന് നമുക്ക് നോക്കാം. ASCIIയുടെ പൂർണ്ണ രൂപമാണ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ് ASCII എന്ന് പറയുന്നത്. ഇതിന് ഒരു കോഡാണ്, അതായത് നമ്മുടെ ഈ കീബോർഡിൽ കാണുന്ന ലെറ്റേഴ്സിനും ചിഹ്നങ്ങൾക്കും എല്ലാം കൃത്യമായിട്ടൊരു കോഡുകൾ നിർവചിച്ചിട്ടുണ്ട്. ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അവരാണ് ഈ കോഡ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ASCII എന്ന് പറയുന്ന പേര് കൊടുത്തത്. അപ്പം ഇതിന് ഓരോ ലെറ്ററിനും കൃത്യമായ എന്താണ് നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കോഡുകളുണ്ട്. ഇതൊരു 7 ബിറ്റ് ആയിരിക്കും. അതായത് ഈ കോഡുകൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ 7 ബിറ്റ്, അതായത് ഒരു കോഡിന്റെ മാക്സിമം ലെന്ത്, ഒരു കോഡ് ഇപ്പം നമ്മൾ ഡെസിമലി പറഞ്ഞാൽ തന്നെ അതിനെ ബൈനറിലോട്ട് മാറ്റുമ്പോൾ ഇപ്പൊ ഒരു കോഡ് 65 ആണ് നമ്മുടെ കോഡെങ്കിൽ, അതായത് എ റെപ്രസെന്റ് ചെയ്യാനുള്ള കോഡ് താണ്ട് ഈ 4ാമത്തെ ലൈൻ നോക്കിയേ, ASCII കോഡ് ഓഫ് A is equal to 65. നമ്മൾ ആ 65നെ ബൈനറിലോട്ട് മാറ്റിയാൽ നമുക്ക് 7 ബിറ്റ് ആക്കി ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. 7 ബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ 7 ബിറ്റ് ഇല്ലെങ്കിൽ ഫ്രണ്ട് സൈഡ് ആവശ്യത്തിന് 0 ഇട്ട് 7 ബിറ്റ് ആക്കി വേണം റെപ്രസെന്റ്. അപ്പം വലിയ സംഭവമൊന്നുമില്ല. നിങ്ങൾ ഇത്രയും ASCII കോഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 7 ബിറ്റ് കോഡാണ് അല്ലെ, ക്യാരക്ടേഴ്സ്. അതായത് ക്യാരക്ടേഴ്സിനെ മെമ്മറിയിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു 7 ബിറ്റ് കോഡാനെ വിളിക്കുന്ന പേരാണ് ASCII എന്ന് പറഞ്ഞത്. ഓരോ ക്യാരക്ടറിനും കൃത്യമായിട്ട് ഇൻറ്റിജർ നമ്പേഴ്സ് ഉണ്ട്. ഇൻറ്റിജർ എന്ന് വെച്ചാൽ എന്താണ്? പോയിന്റ് ഇല്ലാത്ത പൂർണ്ണസംഖ്യകളാണ്. എല്ലാ ക്യാരക്ടേഴ്സിനും നമ്പേഴ്സ് ഉണ്ട്. ഈ കോഡിംഗ് സിസ്റ്റത്തിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും എല്ലാ ലെറ്റേഴ്സിനും എന്തുണ്ട്? നമ്പേഴ്സ് ഉണ്ട്. 3ാമത്തെ പോയിന്റ് നോക്കിയേ, ദിസ് നമ്പർ കാൾഡ് ASCII കോഡ്. ഈ നമ്പറിനെ വിളിക്കുന്നവരാണ് ASCII കോഡ്. 4ാമത്തേനകത്ത് പറഞ്ഞിരിക്കുന്നുണ്ടോ? A എന്ന് പറയുന്നതിന്റെ ASCII കോഡ് 65 ആണ്, ബിയുടെ ASCII കോഡ് 66 ആണ്, സിയുടെ 67 ആണ്. ആ ഓർഡറിലായിരിക്കും പോകുന്നത്. അപ്പം ഇതിനെ നമ്മൾ ബൈനറിലോട്ട് മാറ്റിയിട്ട് നമ്മൾ 7 ബിറ്റ് ആക്കി മാറ്റിയായിരിക്കും എഴുതുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം
ഈ സെന്റൻസുകൾ നിങ്ങൾ ഇന്ന് നോട്ട് ചെയ്ത് നോക്കുക, ഇത് തന്നെ പഠിച്ചു നോക്കുക. അപ്പോൾ ഓരോന്നും വലിയ പാടൊന്നുമില്ല. ഒരു 7 ബിറ്റ് കോഡാണ് ആസ്കി കോഡ്. എല്ലാ ക്യാരക്ടേഴ്സിനും കൃത്യമായിട്ട് കോഡുകളുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ നമ്പറുണ്ട്. ആ ഇൻറ്റിജർ നമ്പറിനെ വിളിക്കുന്നവരാണ് ആസ്കി കോഡ് എന്ന് പറയുന്നത്, അല്ലെ. എയുടെ ആസ്കി കോഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 65ആണ്. അങ്ങനെ 7 ബിറ്റ് ഉള്ള 128 അക്ഷരങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ ആവശ്യമായ കോഡ് ഇതിനകത്തുണ്ട്. ഈ ആസ്കി കോഡിംഗ് സമ്പ്രദായത്തിനകത്തുണ്ട് 128 വ്യത്യസ്ത രീതിയിലുള്ള അക്ഷരങ്ങൾ. ഇപ്പൊ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും, പിന്നെ അതേപോലെ തന്നെ എന്താണ് 26 ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, 26 സ്മോൾ ലെറ്റർ ഉണ്ട്, ബാക്കി പിന്നെ കിടപ്പുണ്ട് എന്താണ് ചിഹ്നങ്ങൾ, അത് ഇതെല്ലാം കൂടെ. അങ്ങനെ 128 വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യാൻ ആവശ്യമായ കോഡുകൾ ഈ ആസ്കി കോഡിംഗ് സിസ്റ്റത്തിനകത്തുണ്ട്. അതാണ് പറഞ്ഞത്. ഇനി ഒരു 8 ബിറ്റ്, അത് കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞ് ഡെവലപ്പ് ചെയ്തെത്തിയാണ് അനദർ വേർഷൻ ആണ് ആസ്കി 8 എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് 8 ബിറ്റ് കോഡാണ്. ഇതിനകത്ത് 256 ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 256. അപ്പം ആസ്കി 8 എന്ന് വെച്ചാൽ എന്താണ്? സാധാരണ ആസ്കി എന്ന് വെച്ചാൽ 7 ബിറ്റ് ആണ്. ആസ്കി 8 എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട്, അത് 8 ബിറ്റ് കോഡാണ്. അതിനകത്ത് നമുക്ക് കൂടുതൽ ലെറ്റേഴ്സിന് ആവശ്യമായ കോഡുകളുണ്ട്, കൂടുതൽ ചിഹ്നങ്ങൾക്ക് ആവശ്യമായ കോഡുകൾ അതിനകത്തുണ്ട്. അതിനകത്ത് 256 ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നോട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക ബുക്കിനകത്ത്, എന്നിട്ട് വായിച്ചാൽ മതി, മനസ്സിലാവും. പരീക്ഷയ്ക്ക് തിയറി ആയിട്ട് മാത്രമേ ചോദിക്കത്തുള്ളൂ, അല്ലാതെ വേറെ കോഡൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചോദിക്കത്തില്ല. അടുത്തത് എഫ്സിഡി, എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് എന്ന് പറയുന്ന മറ്റൊരു കോഡിംഗ് സിസ്റ്റം. പല കോഡിംഗ് സിസ്റ്റം ആയിരിക്കും പല കമ്പനി. നമുക്കറിയാം കമ്പ്യൂട്ടറുകൾ പല കമ്പനികളുടെ പല ഫോമിലുള്ള കമ്പ്യൂട്ടറുണ്ട്. എല്ലാ കമ്പ്യൂട്ടറുകളും ഒരേ കോഡിംഗ് സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല. പല കമ്പ്യൂട്ടറും പലരും. അപ്പം ഓരോ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോഡിംഗ് സിസ്റ്റത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന യൂണിക്കോഡ്. ഓക്കെ, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യൂണിക്കോഡ് എന്ന് പറയുന്ന ഒരു കോഡിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ ക്യാരക്ടറിനെ റെപ്രസെന്റ്. ഓക്കെ, എഫ്സിഡിക്ക് എന്ന് വെച്ചാൽ എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. അതിന്റെ പൂർണ്ണ രൂപം ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇതൊരു 8 ബിറ്റ് കോഡാണ്. എന്താണ്? IBM എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. IBM, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്നാണ് ആ കമ്പനിയുടെ പേര്. ആ കമ്പനി ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ആ കമ്പനിയുടെ പ്രധാനപ്പെട്ട ജോലി ഹാർഡ്വെയർ ഉണ്ടാക്കുക, കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നതായിരുന്നു അവരുടെ കമ്പ്യൂട്ടർ നിർമ്മിക്കുന്ന ഒരു ജോലിയായിരുന്നു IBMന്റെ. അപ്പൊ അവരുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് ഡേറ്റയെ മെമ്മറി സ്റ്റോർ ചെയ്യാൻ ആവശ്യമായ കോഡ് അവർ ഡെവലപ്പ് ചെയ്തെടുത്താണ് ഇത് എഫ്സിഡിക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിനകത്ത് 256 8 ബിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും 256 ക്യാരക്ടേഴ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ 2 പോയിന്റ് എഫ്സിഡിക്കിനെ കുറിച്ച് നിങ്ങൾ ഓർത്തു വെക്കുക. മൂന്നാമത്തത് എന്താണ്? ഇസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, ഓർ മറ്റൊരു പേരിലും പറയും ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അപ്പൊ പൂർണ്ണരൂപം എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. 1 മാർക്കിന് പൂർണ്ണരൂപം ചോദിക്കാറുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, ഇസ്കി എന്ന് നമ്മൾ ഷോർട്ടിൽ പറയാറുണ്ട് കേട്ടോ. മറ്റു മീനിങ് ഒന്നുമില്ല ഇസ്കിക്ക്. ചിലയിടത്തൊക്കെ ഇസ്ക എന്ന് പറഞ്ഞാൽ കട്ടെടുക്കുക എന്നുള്ള മീനിങ് ഉണ്ട്, അതൊന്നുമല്ല. ഇസ്കി, ഓക്കെ. ഇറ്റ് ഈസ് ആൻ എൻകോഡിംഗ് സ്കീമ ഫോർ റെപ്രസെന്റിംഗ് വേരിയസ് റൈറ്റിംഗ് സിസ്റ്റം ഓഫ് ഇന്ത്യ. കണ്ടോ, നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് ഭാഷകളുണ്ടല്ലോ, ഇംഗ്ലീഷ് മാത്രമാണോ? അല്ല. അപ്പൊ പല ഭാഷകളിലുള്ള അക്ഷരങ്ങളിലെ എന്താണ് ആവശ്യമായ കോഡുകൾ എന്താണ് ഈ ഇസ്കി അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ചിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. പല അക്ഷരങ്ങൾ, അപ്പൊ ABCD മാത്രമല്ല, ഹിന്ദി അക്ഷരങ്ങളൊക്കെ കാണും. അങ്ങനെ പല ചിഹ്നങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൂടെ എന്താണ്? ഇതൊരു 8 ബിറ്റ് ആണ്. ഇതും 8 ബിറ്റ് ആണ്. 7 ബിറ്റ് നമ്മൾ ആസ്കിയുടെ കാര്യത്തിലാണ് പറഞ്ഞത്, ആദ്യത്തെ ആസ്കി. അത് കഴിഞ്ഞ് ആസ്കി 8 ഉണ്ട്, 7 ഉണ്ട്. അത് കഴിഞ്ഞ് പറഞ്ഞ എന്താണ് എഫ്സിഡിക്ക് ആണെങ്കിലും ഇസ്കി ആണെങ്കിലും 8 ബിറ്റ് കോഡാണ് മാക്സിമം. അപ്പം എന്താണ് 256 ആയിരിക്കും. ഇപ്പം ഈ ഇസ്കി ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ യൂണീക് കോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇസ്കി ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ യൂണീക് കോഡ്. ഇപ്പൊ യൂണീക് കോഡ് വെച്ച് ഇസ്കി മാറിയിട്ട് എന്തായി? യൂണീക് കോഡ് വന്നു. എന്താണ് യൂണീക് കോഡ് നോക്കാം. യൂണീക് കോഡ് 16 ബിറ്റ് അല്ലെ, അതായത് 65,536 65,536 ക്യാരക്ടേഴ്സ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഭാഷകളുണ്ട് അല്ലെ. ആ ഭാഷകളെ എല്ലാം റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മലയാളം ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ കോഡ്, നമ്മൾ മലയാളത്തിൽ ആ എന്ന് എഴുതുമ്പോൾ കമ്പ്യൂട്ടറിനകത്തേക്ക് പോകുന്ന ഈ യുണീക് കോഡിനകത്തുള്ള ഒരു കോഡായിരിക്കും കമ്പ്യൂട്ടർ മെമ്മറിയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഹിന്ദി അക്ഷരം ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള അക്ഷരങ്ങളെല്ലാം തന്നെ ഏത് കോഡായിട്ട് മാറും? യുണീക് കോഡായിട്ട് മാറിയിട്ടായിരിക്കും കമ്പ്യൂട്ടറിലേക്ക് പോകുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാറില്ലേ മലയാളത്തിലൊക്കെ? അതൊക്കെ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യുന്ന മലയാള അക്ഷരങ്ങളും ഹിന്ദിയും അല്ലെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജസ് പലതും സ്റ്റോർ ചെയ്യുന്ന ഇതിൽ തന്നെയാണ് യുണീക് കോഡ് എന്ന് പറയുന്ന കോഡിംഗ് സിസ്റ്റത്തിനകത്ത് ആണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് നോക്കിയാൽ യൂണിക്കോഡ് ക്യാൻ റെപ്രസെന്റ് ഡേറ്റ ഇൻ ഓൾമോസ്റ്റ് ഓൾ റിട്ടൺ ലാംഗ്വേജസ് ഓഫ് ദ വേൾഡ്. ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്ത് തന്നെ ഫ്രഞ്ച്, ഇംഗ്ലീഷ്, അങ്ങനെയുള്ള പല ലാംഗ്വേജുകൾ, ചൈനീസ് ഒക്കെ ആയിക്കോട്ടെ, പല ലാംഗ്വേജുകളും റിട്ടൺ ലാംഗ്വേജസും യൂണിക്കോഡിനകത്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. കാരണം 65,536 ക്യാരക്ടേഴ്സിന് തുല്യമായ കോഡുകൾ ഇതിനകത്തുണ്ട്, യൂണീക് കോഡിംഗ് സമ്പ്രദായത്തിനകത്തുണ്ട്. അപ്പം ഇത് ഏറ്റവും വലിയൊരു കോഡിംഗ് സിസ്റ്റമാണ്. 16 ബിറ്റ് ആണ് അല്ലെ, 8 അല്ല 16 ആണ്. 16 ബിറ്റ് ഒരു കോഡാണ്.
യൂണിക്കോഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി കമ്പ്യൂട്ടറിനകത്ത് എന്തൊക്കെയാണ്? ഓഡിയോയും വീഡിയോ ഒക്കെ ഇല്ലേ? ഓഡിയോ ഉണ്ട്, ഇമേജ് ഉണ്ട്, വീഡിയോ ഉണ്ട് അല്ലെ? നിങ്ങൾ മൊബൈൽ ഫോണിൽ എടുക്കുന്ന ചിത്രങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യാറില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ പാട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമകളൊക്കെ കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യാറില്ലേ? അപ്പൊ അതിനാണ് ഓഡിയോ, ഇമേജ്, വീഡിയോ. ഇതൊക്കെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതൊക്കെ ഇതും റെപ്രസെന്റ് ചെയ്യുന്ന നമ്പേഴ്സ് ഒക്കെ തന്നെയായിട്ടാണ്. പക്ഷെ ഇത് പല ഫയലുകളായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അല്ലെ ഒരു ചെറിയ ഡേറ്റ ഒന്നുമല്ല, അല്ലെ ഒരു വാക്കൊന്നുമല്ലല്ലോ, വലിയ സൈസുള്ള ഇതിനെ ഫയലുകളായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോറി. മൾട്ടിമീഡിയ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഓഡിയോ, ഇമേജ്, വീഡിയോ എല്ലാം വരുന്നതിനാണ് മൾട്ടിമീഡിയ ഡാറ്റ എന്ന് പറഞ്ഞാൽ. ആദ്യത്തെ സെന്റൻസ് നോക്കി, സ്റ്റോർഡ് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയൽ അല്ലെ? വ്യത്യസ്ത ടൈപ്പിലുള്ള ഫയലുകളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ മൾട്ടിമീഡിയ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ഫയലുകളിലായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മൾട്ടിമീഡിയ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ഇമേജ്, അതായത് JPEG എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്ന ഇമേജിന്റെ ഫയലിന്റെ പേരാണ് JPEG. ഇമേജ് ഈസ് മോസ്റ്റ് പോപ്പുലർ സ്റ്റോർഡ് ഇൻ ജോയിന്റ് പിക്ചർ എക്സ്പാൻഡ് ഗ്രൂപ്പ് ഫയൽ ഫോർമാറ്റ്. അപ്പോൾ ഒരു പിക്ചർ സ്റ്റോർ ചെയ്യുന്നത് JPEG എന്ന് പറയുന്ന ഫയൽ ഫോർമാറ്റിലായിരിക്കും. ആ ഒരു ഫോർമാറ്റിലായിരിക്കും, ആ ഒരു രീതിയിലായിരിക്കും പിക്ചേഴ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. ആ ഫയൽ ഫോർമാറ്റ് ഒരു പ്രത്യേക രീതിയാണ്. അത് പിക്ചർ അത് മാത്രമല്ല, പല രീതിയിലുണ്ട്. BMP എന്ന് പറയുന്ന, അപ്പൊ ഇതിന്റെയൊക്കെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. BMP എന്ന് പറഞ്ഞാൽ എന്താണ്? ബിറ്റ് മാപ്പ് ഫയൽ ഫോർമാറ്റ്. ഇതും പിക്ചറിന്റെ ഒരു ഫയലാണ്. പിക്ചർ, നിശ്ചല ചിത്രം. അപ്പം അല്ലെങ്കിൽ ഇമേജ് അല്ലെങ്കിൽ പിക്ചർ, ഇതിനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് JPEG, BMP, അതേപോലെ TIFF, അതേപോലെ GIF അല്ലെ, PNG, ആ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ. ഇതൊക്കെ എന്താണ്? പിക്ചറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇമേജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫയലുകളാണ്. അപ്പൊ ഈ ഫോമിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫയലിന്റെ പേരിന്റെ കൂട്ടത്തിൽ നിങ്ങൾ JPEG എന്നോ BMP എന്നോ TIFF എന്നോ GIF എന്നോ PNG എന്നോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഇമേജ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ഡിജിറ്റൽ ഓഡിയോ ഡാറ്റ ക്യാൻ ബി. ഇനി ഓഡിയോ ഉണ്ടല്ലോ, സൗണ്ട് എങ്ങനെ? MP3 ഫയലുകളായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ? MP3 ഫയലുകളായിട്ടാണ്, WAV ഫയലുകളായിട്ടാണ് അല്ലെ? MIDI, AIFF, ഇത് നിങ്ങൾ കൂടുതൽ കേട്ടിട്ടില്ലായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഫയലുകളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എന്ത് സ്റ്റോർ ചെയ്യുന്നത്? ഓഡിയോ ഫയലുകൾ സ്റ്റോർ ചെയ്യുന്നത് അല്ലെ? സൗണ്ട്. വീഡിയോ സ്റ്റോർ ചെയ്യണം. വീഡിയോ ഈസ് ഓൾസോ സ്റ്റോർഡ് ഇൻ ഡിഫറെന്റ്. വീഡിയോസും അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ട് ഫയലുകളിലായിട്ടാണ് സ്റ്റോർ ചെയ്യാറുള്ള കമ്പ്യൂട്ടറിനകത്ത്. AVI എന്ന് വെച്ചാൽ ഓഡിയോയും പറ്റും വീഡിയോയും രണ്ടും കൂടെ ചേർത്തുള്ള എന്താണ്? അതിനകത്ത് ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്. അതാണ് AVI ഫോർമാറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം വീഡിയോയും ഓഡിയോയും എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഫയൽ ഫോർമാറ്റാണ് AV. അതേപോലെ തന്നെ വേറെ ഒരുപാട് ഫയൽ ഫോർമാറ്റുകളുണ്ട്. MOV എന്നൊക്കെ പറയുന്ന ഫയൽ ഫോർമാറ്റുകളുണ്ട് വീഡിയോ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള. അപ്പം ഇത്രയാണ് അപ്പം നമുക്ക് ഇന്ന് പഠിക്കാനുള്ള. അപ്പം നമ്മൾ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ഇത് ഞാൻ ഇച്ചിരി സ്പീഡിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കാര്യം ഇതിനകത്തൊന്നുമില്ല. ഈ നോട്ടൊന്ന് വായിക്കുക. ആ നോട്ട് തന്നെയാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതൊന്ന് വായിച്ചു വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല. അപ്പം നമ്മൾ ആദ്യം പഠിച്ച റിയൽ നമ്പേഴ്സിന്റെ റെപ്രസെന്റേഷൻ ആയിരുന്നു അല്ലെ? എന്താണ് പോയിന്റുള്ള സംഖ്യ? പോയിന്റുള്ള സംഖ്യ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? പോയിന്റുള്ള സംഖ്യ നമ്മളൊരു ഫോമിലേക്ക് മാറ്റും. എന്താണ്? മാൻഡിസ എക്സ്പോണന്റ് ഫോമിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച എന്താണ്? ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ലെറ്റേഴ്സിനൊക്കെ അല്ലെ? അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വിവിധ കോഡിംഗ് സിസ്റ്റംസ് ഉണ്ട്. അതാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? ASCII, FSDIC, അതിന് ISCII, യൂണിക്കോഡ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ഓഡിയോ വീഡിയോയും ഒക്കെ ഇമേജുകളൊക്കെ എന്താണ്? ഫയലുകളായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ഈ ചാപ്റ്ററിന്റെ അവസാനമായിരുന്നു. അപ്പൊ ഈ ചാപ്റ്ററിന്റെ അവസാനം നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ നിങ്ങൾ എഴുതി വെക്കുക. ഇതിന്റെ ഉത്തരം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് മാത്രമല്ല കുറച്ച് ഇപ്പം ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് എഴുതിയ ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതി വെക്കുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഇതിന്റെ ഉത്തരങ്ങളുമായിട്ട് വരാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് അഡീഷണൽ ചോദ്യങ്ങൾ, അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അതേപോലെ കുറച്ച് കുട്ടികൾ ചോദിച്ച ഡൗട്ടുകൾ, ഞാൻ കമന്റിനകത്ത് ചോദിച്ച ഡൗട്ടുകളും ഉണ്ട്. അതും ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ പഠിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നു. ഞാൻ ആദ്യം ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഇത് ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആണ്, കുറച്ച് സമയം എടുക്കും. കാര്യം മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ചെയ്ത് പഠിച്ചു പോകുമ്പോൾ കുറച്ച് സമയം എടുക്കും. പക്ഷെ അടുത്ത ചാപ്റ്ററിലൊന്നും ഇത്രയൊന്നും ഈ ഒരു 9 ക്ലാസ്സുകളൊന്നും വേണ്ടി വരത്തില്ല. നമുക്കൊരു 4 ക്ലാസ്സിനകത്തോ 5 ക്ലാസ്സിനകത്തോ ഒക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് നിർത്താൻ പറ്റും. അപ്പം അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ക്ലാസ് പൂർണ്ണമായിട്ട് പഠിക്കുക. അപ്പൊ എന്റെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? എന്റെ ഡിസ്കഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ ഒന്നും കൂടെ കണ്ട് തറവാക്കി വെക്കുക. നമ്മൾ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ തനിയെ തന്നെ അതിന്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് കൂടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമന്റുകളായിട്ട് തന്നെ എന്നെ അറിയിക്കുക.
നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കാണുന്നതിനകത്ത് ഒരുപാട് സന്തോഷം ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ പറയുന്നതാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. കാര്യം എന്താണ്, ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് തന്നെ ആയിരിക്കും ഈ ചാനൽ ഇടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന വീഡിയോസ് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഒന്നും മിസ്സാവാതെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പം നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.